ഒരു ആയുർവേദ ഡോക്ടർ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചോദ്യമാണ്, എന്താ ഡോക്ടർ ഈ സ്വർണ്ണപ്രാശനം എന്ന് പറയുന്നത്? നമ്മളുടെ കുട്ടികളുടെ ആഹാര രീതിയും ദിനചര്യ നിമിത്തം കുട്ടികൾക്ക് നിരന്തരമായി അസുഖങ്ങൾ വരുന്നുണ്ട്. നമ്മളുടെ കുട്ടികളുടെ ആഹാര രീതിയും ദിനചര്യ നിമിത്തം കുട്ടികൾക്ക് രോഗങ്ങൾ വരുന്നത് പതിവാണ്. ഇങ്ങനെ കുട്ടികൾക്ക് അസുഖങ്ങൾ വരാനുള്ള കാരണം എന്താണ്? അവരുടെ രോഗപ്രതിരോധ ശേഷിയിലുള്ള കുറവാണ്. ഇങ്ങനെ നിരന്തരമായ അസുഖങ്ങൾ വരുന്നത് നമ്മളുടെ കുട്ടികളുടെ വ്യക്തിപരവും സാമൂഹികപരമായ വളർച്ചയ്ക്ക് വലിയൊരു ഇമ്പാക്റ്റ് വരുത്തുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളുടെ കുട്ടികളെ രക്ഷിക്കുന്നതിനായി ആയുർവേദത്തിൽ പണ്ട് മുതൽ തന്നെ കൊടുത്തിരുന്ന ഒന്നാണ് സ്വർണ്ണപ്രാശനം എന്ന് പറയുന്നത്. സ്വർണ്ണപ്രാശനം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒന്നല്ല, കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും കൂടെ കൊടുക്കുന്ന ഒന്നാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുന്നതിനായി ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ഒന്നാണ് സ്വർണ്ണപ്രാശനം അഥവാ സുവർണബിന്ദുപ്രാശനം എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷി കൂട്ടുക എന്ന് മാത്രമല്ല കേട്ടോ സ്വർണ്ണപ്രാശനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും നല്ലതാണ് സ്വർണ്ണപ്രാശനം. എന്തൊക്കെയാണ് നമ്മുടെ സ്വർണ്ണപ്രാശനത്തിൽ അടങ്ങിയിരിക്കുന്നത്? സ്വർണ്ണപ്രാശനത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്വർണ്ണഭസ്മമാണ്. സ്വർണ്ണഭസ്മത്തിൻ്റെ കൂടെ തേന്, നെയ്യ്, അതുപോലെ തന്നെ മേധ്യദ്രവ്യങ്ങളായ അതായത് ബുദ്ധിവികാസത്തിനുള്ള ദ്രവ്യങ്ങളായ ബ്രഹ്മി, ശംഖുപുഷ്പം, വയമ്പ്, ചിറ്റമൃത് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ മനസ്സിൽ വരുന്ന അടുത്ത ചോദ്യം എന്താണ്? സ്വർണ്ണഭസ്മം അല്ലേ, അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാവോ? ദ ആൻസർ ഈസ് സ്വർണ്ണഭസ്മം എന്ന് പറയുന്നത് സ്വർണ്ണത്തിൻ്റെ ശുദ്ധീകരിച്ചപ്പെട്ട ഫോമാണ്. അത് നാനോ പാർട്ടിക്കിൾസിലാണ് വരുന്നത്. ആൻഡ് ഇൻ ആയുഷ് മന്ത്ര വെൽനസ് ക്ലിനിക് നമ്മൾ ഫങ്ഷണൽ മെഡിസിൻ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ബോഡിയിൽ ഒരു ഡീറ്റോക്സിഫിക്കേഷൻ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെയാണ് സ്വർണ്ണഭസ്മം കൊടുക്കാൻ കഴിയുക? ജനനം മുതൽ 16 വയസ്സുള്ള കുട്ടികൾക്കാണ് നമ്മൾ സ്വർണ്ണഭസ്മം കൊടുത്തു വരുന്നത്. ഒരു ആരോഗ്യമുള്ള കുട്ടിക്ക് സ്വന്തം ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയും അല്ലാതെ തന്നെ കുട്ടികളിൽ വളരെ കോമണായി കണ്ടുവരുന്ന ദഹനക്കുറവ്, രോഗപ്രതിരോധ ശക്തിയിലുള്ള കുറവ്, ലേണിംഗ് ഡിസബിലിറ്റീസ്, മൈൽ സ്റ്റോൺസിലുള്ള ഡിലേ, സ്പീച്ച് ഡിലേ, അതുപോലെ തന്നെ ഓർമ്മക്കുറവ്, ഇൻ്റലക്റ്റിലുള്ള കുറവ്, ഇതിനെല്ലാം നല്ലതാണ് സ്വർണ്ണപ്രാശനം. എന്തൊക്കെയാണ് സ്വർണ്ണഭസ്മത്തിൻ്റെ ആക്ഷൻസ് അഥവാ എന്താണ് അതിൻ്റെ ഒരു ഫാർമക്കോളജിക്കലി ഉപയോഗം പറയുന്നത്? സ്വർണ്ണഭസ്മം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇമ്മ്യൂണോഗ്ലോബിനുകളുടെ ലെവല് ക്രമീകരിക്കാനും അതുപോലെ തന്നെ ശരീരപുഷ്ടിക്കും നമ്മളുടെ ബോഡിയിലുള്ള ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യാനും സ്വർണ്ണഭസ്മം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആഡഡ് ഓൺ ആയിട്ട് ആയുർവേദത്തിൽ പറയുന്നത് സ്വർണ്ണഭസ്മം നമ്മളുടെ കാഴ്ചശക്തി ഇംപ്രൂവ് ചെയ്യാനും നല്ലതാണെന്നാണ്. സ്വർണ്ണഭസ്മത്തിൻ്റെ അതർ ആക്ഷൻസ് എന്ന് പറയുന്നത് അത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി റുമാറ്റിക് ആണ്, ആൻറ്റി ക്യാൻസറസ് ആണ്, അതുപോലെ തന്നെ അതൊരു ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. എന്തുകൊണ്ടാണ് സ്വർണ്ണഭസ്മം കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്? ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത് അവരുടെ ഒരു ചൈൽഡ്ഹുഡിലാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് വരുന്നത്. സ്വർണ്ണഭസ്മം എന്ന് പറയുന്നത് കുട്ടികളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിത് കുട്ടികൾക്ക് മെയിൻലി റെക്കമെൻഡ് ചെയ്യുന്നത്. എപ്പോഴാണ് സ്വർണ്ണപ്രാശനം കൊടുക്കാൻ കഴിയുക? രാവിലെ ഭക്ഷണത്തിന് മുന്നെയാണ് നമ്മൾ സ്വർണ്ണപ്രാശനം കൊടുക്കുന്നത്. സ്വർണ്ണപ്രാശനം കൊടുത്തു കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എത്ര അളവിലാണ് നമ്മൾ സ്വർണ്ണപ്രാശനം കുട്ടികൾക്ക് നൽകുന്നത്? ജനനം മുതൽ 1 വയസ്സുള്ള കുട്ടികൾക്ക് 2 തുള്ളിയും 1 to 8 years ഓഫ് ഏജിൽ നമ്മൾ 4 ഡ്രോപ്സുമാണ് കൊടുക്കുന്നത്. 8 to 16 yearsൽ നമ്മൾ 8 ഡ്രോപ്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് സ്വർണ്ണപ്രാശനത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ആക്ഷൻസ് അഥവാ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ? നെയ്യ് എന്താണ്? നെയ്യെന്ന് പറയുന്നത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ വരെ ക്രോസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡൈജഷനും മെറ്റബോളിസത്തിനും ഹെൽപ്പ് ചെയ്യാനും ശരീരധാതുക്കളുടെ പോഷണത്തിനും സഹായിക്കുന്ന ഒന്നാണ് നെയ്യ്. അതുപോലെ തന്നെ മെമ്മറിനെയും ബ്രെയിൻ സ്ട്രെങ്ത്തിനെയും നമ്മളെ നെർവസ് സിസ്റ്റത്തിനെയും ഓവറോളായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് തേന് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒന്നാണ്. ഇതിൻ്റെ കൂടെ തന്നെ പഠനങ്ങൾ തെളിയിക്കുന്നത് തേനിന് ആൻറ്റി ഡിപ്രസൻറ്റ് ആക്ടിവിറ്റി കൂടെ ഉണ്ടെന്നാണ്. തേൻ കഴിക്കുന്നത് മൂലം നമുക്ക് മെമ്മറി ലോസ് പോലുള്ള രോഗങ്ങൾ തടയാൻ കഴിയുന്നതാണ്. തേൻ കഴിക്കുന്നത് മൂലം ഓർമ്മക്കുറവ് നമുക്ക് ഒരു പരിധിവരെ തടയാൻ കഴിയും. ഇത് കൂടാതെ സ്വർണ്ണപ്രാശനത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് ബുദ്ധിവികാസത്തിന് അഥവാ മേധ്യമായ ദ്രവ്യങ്ങൾ. ഇതിൽ വരുന്നതാണ് വയമ്പ്, ശംഖുപുഷ്പം, ചിറ്റമൃത്, അതുപോലെ തന്നെ ബ്രഹ്മി. December 2 onwards, Ayush Mantra is launching Swarnaprashanam for all kids up to the age of 16 years. For any enquiries, contact Ayush Mantra Wellness Clinic, Kottayam. Thank you.